ഷേക്സ്പിയറിന്റെ ഏറ്റവും മഹത്തായ കൃതികളിലൊന്നായാണ് ഇതിനെ പരിഗണിക്കപ്പെടുന്നത്. ലൈറ്റ് ഓഫ് ആക്കി പ്രാക്ടീസ് ചെയ്ത് നോക്കാട്ടോ. കുഴപ്പമില്ല ലൈറ്റോ. ഹായ്. അപ്പോഴേ സമയം അതിരാവിലെ കേട്ടോ, അതിരാവിലെ ഒരു 8 മണിയായിട്ടുള്ളൂ. അപ്പം നമ്മൾ വീണ്ടും വന്നിരിക്കുകയാണ്. ഇവിടെ കോളേജിലാണ്. നമ്മുടെ മറ്റേ സ്കിറ്റ് പ്രാക്ടീസ് ഇല്ലേ, പ്രാക്ടീസ് അല്ല, ഇന്നാണ് ഫൈനൽ. അതിന് വന്ന ഇപ്പോൾ ഈ പോകുന്ന വഴി എനിക്ക് ഒരു പരിചയമില്ലാത്ത വഴിയാട്ടോ. കാരണം ഞാൻ ഈ വഴി അധികം വന്നിട്ടില്ല. വന്നിട്ടൊക്കെ ഉണ്ട്. പിള്ളേരുടെ സഹായത്തോടുകൂടി അവരുടെ കൈ പിടിച്ച് വന്നിട്ടുള്ളതല്ലാതെ ഞാൻ ഒറ്റയ്ക്ക് എനിക്ക് ഈ വഴി ഒട്ടും പരിചിതമല്ല. ഇങ്ങനെ തന്നെയാണ്, ഇങ്ങനെ തന്നെയാണ്. അപ്പം എപ്പോഴൊക്കെയോ വന്നൊരോർമ്മ പോണതാണ്. എനിക്ക് സാധാരണ ഒരു വഴി 1-2 പ്രാവശ്യം പോയിക്കുമ്പോഴത്തേക്കും ഇവിടെ സ്റ്റെപ്പ് ഉണ്ടതാണ്. 1-2 പ്രാവശ്യം പോയിക്കുമ്പോഴത്തേക്കും പരിചയമാവേ. പക്ഷെ എന്താ വെച്ചാൽ ഇവിടെ നമ്മൾ അങ്ങനെ വരുന്നില്ല. ഞാൻ എൻ്റെ ഈ കോളേജ് ലൈഫിൽ തന്നെ 1-2 തവണ എന്തോ വന്നിട്ടുള്ളൂ ഇവിടെ. അല്ലാതെ എനിക്കിങ്ങനെ വലിയ പരിചയമില്ല. എല്ലാവരും ഡ്രസ്സൊക്കെ മാറി നിൽക്കാണ്. ഞാനും എൻ്റെ ഹുഡി എടുത്തിട്ടു, പാൻറ് ഉണ്ടോ മടക്കി ചെരുപ്പ് ഊരി വെച്ചു. സമയമാവുന്നേ ഉള്ളൂ. ഫൈനൽ പ്രാക്ടീസ് ഇത് കഴിഞ്ഞത് പിന്നെ ആൾക്കാരെ ഗസ്റ്റൊക്കെ വന്ന് തുടങ്ങുന്നേ ഉള്ളൂ. ലൈറ്റ് ഓഫാക്കി പ്രാക്ടീസ് ചെയ്ത് നോക്കാട്ടോ. സമയം ഏതാണ്ടാവാനായി, ഗസ്റ്റൊക്കെ വന്ന് തുടങ്ങാനാവുന്നു. ഗ്രീൻ റൂമുകളാണ് അത്, അവിടെ മിക്സ്ഡാണ് എന്ന് തോന്നുന്നു. എല്ലാവരും അവസാനമായിട്ട് ഒരുക്കങ്ങളിലാണ്. സമയമായിക്കൊണ്ടിരിക്കുന്നു. കുഴപ്പമില്ല കേട്ടോ. മുടിയല്ലേ മുടിയല്ലേ ആ മുടി വെച്ചോ. നിന്റെ അഭിപ്രായം അവിടെ കിടന്ന് വച്ചിടുന്നു. ഈ മോതിരം കേട്ടോ, ഈ മോതിരം കേട്ടോ ഒരു ഷോയ്ക്ക്. എടാ അല്ല നിന്ന് സാധനം കിട്ടി രണ്ടായിട്ട് മടക്കി ഇടാൻ പറ്റില്ല. അതിങ്ങനെ വെറുതെ തൂങ്ങിട്ടെടുക്കും താഴേക്ക്. പിന്നെ വേണ്ടാന്ന് തോന്നുന്നു. ഇത് പിടിച്ചോ, വേണേ ചോദിക്കുമായിരിക്കും. ചാന്തിക്കിന്റെ ലുക്ക് മാറി, മുടിയൊക്കെ മാറ്റി പൗഡർ അടിച്ച്. എന്താല്ലേ ഇതൊക്കെ ഒരു ഓർമ്മയാണ് ശരിക്കും. ഈ ബിഹൈൻഡ് സീൻസ് ഒക്കെ. പൗഡർ ശാന്തിക്ക് ഇട്ട് കൊടുക്കണ്ടായിരുന്നല്ലോ. ഓൺ സ്റ്റേജ് അല്ല എല്ലാവർക്കും അറിയുള്ളൂ. ഈ ബിഹൈൻഡ് സീൻസ് ഒന്നും ആർക്കും അറിയില്ലല്ലോ.
പൗഡർ ഇല്ല, ചാന്ദികനുണ്ട്, ഞാൻ പിന്നെ കണ്ടിട്ടില്ല. അനുഗ്രഹിക്കണമേ. ഈ പെർഫോമൻസ് ഞങ്ങളുടെ മനസ്സിൽ എന്നും നല്ലതായിട്ട് ഓർക്കാനുള്ള ഇതിനെ പ്രത്യേകിച്ച് അനുഗ്രഹിക്കണേ. നമ്മൾ ഓരോ എന്ത് ക്യാരക്ടർ നമ്മൾ എന്ത് റോള് ഞങ്ങളുടെ നാടകം എന്ന് പറയുന്നത് 2-2.5 മണിക്കൂറോളം ഉണ്ടായിരുന്നു. അപ്പം അത് പൂർണ്ണമായിട്ടും ഷൂട്ട് ചെയ്യാന്നുള്ളത് അസാധ്യമാണ്. അതാരും ഷൂട്ട് ചെയ്തിട്ടെൻ്റെ അറിവിലില്ല. ഓക്കെ, അപ്പം ഞങ്ങളുടെ കോളേജിൽ തന്നെ MA ഡിപ്പാർട്ട്മെൻറ്റിൽ പഠിക്കുന്ന MA ഫസ്റ്റ് ഇയറിൽ പഠിക്കുന്ന ഗോപിക അത് ഷൂട്ട് ചെയ്ത് 1 മിനിറ്റ് 15 സെക്കൻഡുള്ളൊരു വീഡിയോ ആയിട്ട് അത് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ഞങ്ങളുടെ ഗ്രൂപ്പിൽ സവിത മിസ് ഷെയർ ചെയ്തു. ഞാൻ കണ്ടപ്പോൾ ഭയങ്കര സ്റ്റക്കായി പോയി. കാരണം എല്ലാ ക്യാരക്ടേഴ്സും ഉണ്ട്. ആ പ്ലേയുടെ സ്റ്റാർട്ടിങ് തൊട്ട് എൻഡ് വരെ പുള്ളിക്കാരിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. ശരിക്കും അടിപൊളിയായിട്ടുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ടാണ് ഞാനത് ഈ വീഡിയോയിലേക്ക് കഴിഞ്ഞ് നിങ്ങൾക്ക് വരുന്ന ആ ഒരു വീഡിയോ ആണ്. അപ്പോൾ നിങ്ങളിലേക്ക് എനിക്ക് ആ പ്ലേ എത്തിക്കാനും പറ്റും. ഓക്കെ, ആ പ്ലേക്ക് വോയിസ് ഓവർ കൊടുത്തിരിക്കുന്നത് ഞാനല്ല, അത് ഞങ്ങളുടെ യൂട്യൂബേഴ്സ് ഗ്രൂപ്പിലുള്ള ദിയ ചേച്ചിയാണ്. അപ്പോൾ ചേച്ചിക്കും താങ്ക് യു, ഗോപിക്കും താങ്ക് യു. ദിയ ചേച്ചിക്ക് ഒരു ചാനലുണ്ട്, ഞാനത് താഴെ മെൻഷൻ ചെയ്തേക്കാം, താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളതും കൂടെ ഒന്ന് സമയമുള്ളപ്പോൾ ഒന്ന് ചെക്കൗട്ട് ചെയ്യണം കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് ഞങ്ങളുടെ പ്ലേ കാണാം. വില്യം ഷേക്സ്പിയർ എഴുതിയ ഒരു ദുരന്ത നാടകമാണ് കിങ് ലിയർ. 1603 1606 ഇടയിൽ എഴുതപ്പെട്ടുവെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഷേക്സ്പിയറിന്റെ ഏറ്റവും മഹത്തായ കൃതികളിൽ ഒന്നായാണ് ഇതിനെ പരിഗണിക്കപ്പെടുന്നത്. ബ്രിട്ടനിലെ ലിയർ എന്ന ഐതിഹാസിക രാജാവിനെ കുറിച്ചുള്ള കഥകളെ അടിസ്ഥാനമാക്കിയാണ് ഇത് രചിച്ചിരിക്കുന്നത്. അരങ്ങിലും വെള്ളിത്തിരയിലും ഈ കൃതി വ്യാപകമായി ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ട്. ഇതിന് വ്യത്യസ്തമായ 2 പതിപ്പുകളുണ്ട്. 1608 പുറത്തിറങ്ങിയ ദ 2 ക്രോണിക്കിൾസ് ഓഫ് ദ ഹിസ്റ്ററി ഓഫ് ദ ലൈഫ് ആൻഡ് ഡെത്ത് ഓഫ് കിങ് ലിയർ ആൻഡ് ഹിസ് 3 ഡോട്ട്സ്. 1623 പുറത്തിറങ്ങിയതും കൂടുതൽ അരങ്ങിന് അനുയോജ്യവുമായ ദ ട്രാജഡി ഓഫ് കിങ് ലിയർ എന്നിവയാണവ. ഇംഗ്ലണ്ടിലെ ഏകീകരണത്തിനു ശേഷം ഈ നാടകത്തിന്റെ ഇരുണ്ടതും മ്ലാനവുമായ സ്വഭാവം ഇഷ്ടമാകാത്ത നാടകക്കാർ പല മാറ്റങ്ങളും വരുത്തിയാണ് ഇത് അരങ്ങിൽ അവതരിപ്പിച്ചിരുന്നത്. എന്നാൽ 19-ാം നൂറ്റാണ്ട് മുതൽ ഷേക്സ്പിയറിന്റെ ഏറ്റവും മഹത്തായ നേട്ടങ്ങളിൽ ഒന്നായാണ് ഈ നാടകം കണക്കാക്കപ്പെടുന്നത്. മനുഷ്യബന്ധങ്ങളുടെയും ക്ലേശങ്ങളുടെയും സൂക്ഷ്മമായ നിരീക്ഷണം ഈ നാടകത്തെ മഹത്തരമാക്കുന്ന ഘടകങ്ങളിൽ പ്രധാനപ്പെട്ടതാണ്. ഞാൻ ആദ്യം വിചാരിച്ചത് എന്തെങ്കിലും ഒരു വോയിസ് ഓവർ കൊടുത്തിട്ട് ഇടാമെന്നായിരുന്നു. പക്ഷേ പിന്നെ വിക്കിപീഡിയ നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കും കിങ് ലിയറിൻ്റെ ഒരു മിനി സ്റ്റോറി കണ്ടു. അപ്പോൾ ഞാൻ ചേച്ചിയോട് ചോദിച്ചു, ചേച്ചി ഇതൊന്ന് റെക്കോർഡ് ചെയ്ത് തരുമോ എന്ന് വെച്ചപ്പോഴത്തേക്കും വോയിസ് ഓവറായിട്ട് ചെയ്തിട്ട് വെച്ചപ്പോഴത്തേക്കും ചേച്ചി അത് ചെയ്ത് അയച്ചു തന്നു. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയും നിങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റും. പ്ലേ എന്ന് വെച്ചാൽ വെറുതെ കാണാം. അപ്പം എനിക്ക് അന്നേരം എന്താ നിങ്ങളോട് പറയാനുള്ളത് വെച്ചാൽ വോയിസ് ഓവറായിട്ട് പറഞ്ഞതിന് കഴിഞ്ഞും ആ പ്ലേയുടെ ഒരു സ്റ്റോറി നിങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റി കഴിഞ്ഞാൽ വലിയ നല്ല കാര്യമല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങനൊരു കാര്യം ചെയ്തത്. അപ്പോൾ എന്തായാലും വീഡിയോ എടുത്ത് അതെനിക്ക് നമ്മുടെ വീഡിയോയ്ക്ക് എഡിറ്റ് ചെയ്തതല്ല, പൊതുവേ പുള്ളിക്കാരി തന്നെ ഇനിഷ്യേറ്റീവ് എടുത്ത് അത് ഷൂട്ട് ചെയ്ത് എഡിറ്റ് ചെയ്താണ് ഗോപിക. അപ്പോൾ ഗോപികയ്ക്കും ഒരുപാട് താങ്ക് യു. അതേപോലെ ദിയ ചേച്ചി വോയിസ് ഓവർ ചെയ്ത് തരുമോ എന്ന് ചോദിച്ചപ്പോൾ നോയമ്പ് കാലമായിട്ട് പോലും വോയിസ് ഓവർ ചെയ്ത് തന്ന ദിയ ചേച്ചിക്കും താങ്ക് യു. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ദിയ ചേച്ചിയുടെ ചാനൽ നോക്കാൻ മറക്കണ്ട, താഴെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. ഓക്കെ, അപ്പം നാളെ ടാറ്റാ.